നമസ്കാരം. ബുധനാഴ്ച എത്തിയപ്പോഴേക്കും ക്രിസ്തുവിനെ കൊല്ലുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുടെ തീവ്രതയേറി. മതപ്രമാണിമാർക്ക് തികച്ചും അപ്രതീക്ഷിതമായൊരു സഹായം അന്ന് ലഭിച്ചു. യൂദായുടെ ആഗമനമായിരുന്നു അത്. രാവിലെ ബഥാനിയയിൽ വെച്ച് മറിയ ക്രിസ്തുവിനെ വിലയേറിയ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് യൂദായുടെ കച്ചവടമുറപ്പിക്കൽ നടക്കുന്നത്. തൈലാഭിഷേക സംഭവവുമായി ചേർത്ത് യൂദായുടെ വഞ്ചനയെ വായിക്കുന്നുണ്ട് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം. യൂദായുടെ മനം മാറ്റത്തിൻ്റെ ഒന്നാമത്തെ കാരണം തൈലാഭിഷേകം തൻ്റെ ശവസംസ്കാരത്തിൻ്റെ മുന്നോടിയാണെന്ന യേശുവിൻ്റെ വാക്ക് യേശുവിനെ ഒരു രാഷ്ട്രീയ വിമോചകനായി കരുതിയിരുന്ന യൂദായുടെ പ്രതീക്ഷകൾ തകർക്കുന്നതായിരുന്നു അത്രേ. രണ്ടാമത്തെ കാരണമായി പറയുന്നത് അവൻ്റെ ധനമോഹമാണ്. വിലയേറിയ തൈലം പൂശുമ്പോൾ അത് വെറുതെ കളയാതെ വിറ്റ് ദരിദ്രന്മാരെ സഹായിക്കരുതോ എന്ന യൂദായുടെ ചോദ്യം അവന് ദരിദ്രന്മാരോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെയോ പണസഞ്ചി കൈവശമുണ്ടായിരുന്നവനും കള്ളനും ആയിരുന്നതുകൊണ്ടത്രയെന്ന് തിരുവെഴുത്തിൽ കാണുന്നു. മൂന്നാമത് സുവിശേഷം നൽകുന്ന കാരണം സാത്താൻ അവനിൽ കടന്നുവെന്നാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ശരിയായ അവബോധം നേടാൻ യൂദായ്ക്ക് ആവുന്നില്ല. ക്രിസ്തുവിനൊപ്പമായിരുന്നിട്ടും അവൻ പണത്തെ സ്നേഹിച്ചു. സാത്താൻ കയറാനുള്ള വഴികൾ അവൻ തന്നെ തുറന്നിടുന്നു. ശരിക്കും അവനോടൊപ്പം ഈ നാളുകൾ അത്രയും നടന്നിട്ടും അവനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്താണ്? തികച്ചും ലൗകിക താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ക്രിസ്ത്യാനിറ്റി എന്ന കുപ്പിയിൽ അടച്ച് നാം കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിച്ചാത്തനാണോ ക്രിസ്തു? അതോ നമ്മോടൊപ്പമുള്ള നിരന്തര ബോധമായിരുന്ന നമ്മെ പരിവർത്തിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റിക് പ്രസൻസ് ആണോ? അങ്ങനെ ആകാത്തിടത്തോളം കാലം ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിക്കാൻ വലിയ പ്രയാസമൊന്നും നമുക്കും ഉണ്ടാവില്ല. അത്തരമൊരു ഉള്ളുറപ്പില്ലായ്മയിന്മേലാണ് പ്രിയരെ സാത്താൻ കൂടുവെക്കുക. പാപബോധമില്ലാത്ത ഈ ചതിവിൻ്റെ വഴി പൂർണ്ണമായും വെളിപ്പെടുന്നത് പിറ്റേന്നാണ്, വ്യാഴാഴ്ച. യേശു തനിക്ക് പെസഹ ഒരുക്കാൻ ഇടം ആവശ്യപ്പെടുന്നു. പെസഹ ആചരണത്തിങ്കൽ അവൻ അപ്പവും വീഞ്ഞും തൻ്റെ തിരുശരീര രക്തങ്ങളെന്നോണം തൻ്റെ ശിഷ്യർക്ക് നൽകി. ബലിയുടെയും ബലിയാകലിൻ്റെയും ആദ്യ മന്ത്രങ്ങൾ അവർക്ക് ഓതി. അതുവരെയും അവരോടൊപ്പമായിരുന്നവൻ അവരിൽ നിറയുന്നു. He is with his disciples, and now by instituting the Eucharist, he is also in them. ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ അനുഭവ തലത്തിലേക്കാണ് നമ്മുടെ പെസഹ ആചരണവും ഉയരേണ്ടത്. ഈജിപ്ഷ്യൻ അടിമത്വത്തിൽ നിന്നുള്ള വിമോചന ഗാഥയുടെ ഓർമ്മകളുടെ ഉത്സവമാണ് യഹൂദന്മാർക്ക് പെസഹ. യഥാർത്ഥത്തിൽ പ്രിയങ്ങളിലും അപ്രിയങ്ങളിലും അടിമപ്പെടാത്ത മുക്തമാനസന്മാരുടെ ബദ്ധതയിൽ നിന്നുള്ള ബുദ്ധത്വം പ്രാപിക്കലിൻ്റെ അത്താഴമാണ് പ്രിയരെ തിരുവത്താഴം, ദ ലിബറേറ്റിംഗ് ഫീസ്റ്റ്. പ്രിയ ബോബി ജോസച്ചൻ പറഞ്ഞതുമാതിരി വെള്ളം വീഞ്ഞാക്കിയതിനേക്കാൾ വലിയ അത്ഭുതമല്ലേ അവൻ വീഞ്ഞിനെ തൻ്റെ രക്തമാക്കിയത്. ശരിക്കും പെസഹ പെരുന്നാൾ ദിനമുള്ള യേശുവിൻ്റെ മനസ്സ് എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. അനേകം ആളുകൾ അവനിൽ വിശ്വസിച്ചു, എന്നാൽ അവൻ അവരെ വിശ്വസിച്ചില്ല. കാരണം അവന് അവരുടെ ഉള്ളമറിയാമായിരുന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത്. ഉള്ളൊരുക്കിയും വേണം പ്രിയരെ അവൻ സ്വയം വിളമ്പുന്ന മേശയോട് അടുത്ത് ചെല്ലാൻ. നമസ്കാരം.